അതിൻ്റെ അടുക്ക് ഒരുത്തൻ്റെ ഒരു വരുത്ത് ഇങ്ങനെ തന്നെയാണ് പോകണ്ടേ. കയറാട്ടി ഇടയിൽ വീണിനെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവില്ല തുറക്കാൻ. പഠിച്ചോനെ ഓൻ്റെ കുന്തം കൊടുവല്ല ഞാനിപ്പോൾ ഇല്ല പൊട്ടിക്കില്ല. അതിൻ്റെ അടുക്ക് ആൾക്കാരാണെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു നടത്തും. എന്ത് ഓടാ നീറ്റള്. ഇതെന്തിനു നടുക്കൂട്ടൊരു ചാലുണ്ടാക്കിയത്? ഈ ചാല് ഇവർക്ക് സൈഡിലോട്ട് ഉണ്ടാക്കിക്കൂടെ? എന്ത് മനുഷ്യന്മാര് ഇത് പിടിച്ചത്. ഇവിടെ വേറൊന്നുണ്ട്. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉള്ളിയെല്ലാം ഞാൻ തന്നെ എടുത്തിട്ട് കൊണ്ടുപോയി. അതാ ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് വേണം ഈ ഓട്ടോയിൽ കയറാൻ. ഓട്ടോയിൽ കയറിയാൽ പിന്നെ കാല് പുളത്തി വെക്കണം. 2 ടയറും പുളത്തി വെച്ചിട്ടാണ് ഓടിക്കാൻ. തൂറാൻ മുട്ടിയിട്ട് പോകുന്ന പോലെയാണ് പോകുന്ന കേട്ടോ. ഇയാളിന്ന് പോകണ്ട് ഞാനെങ്ങനെ പോകും? എൻ്റെ അമ്മ, ഇയാൾക്ക് നാളെയായിട്ട് പോയാൽ പോരെ? ആദ്യം ഞാൻ പോയിട്ട് പോവാം. ഒന്നാമത് ഇങ്ങളെ റോഡാണ് കർണാടക. പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അതിൻ്റെ അടുക്ക് കൊണ്ട് ഒരു ബൈക്ക്. ഓ എൻ്റെ പഠിച്ചോനെ, അവസാനം ഇത് നമ്മളെത്തി. ഇപ്പം എല്ലാ ആൾക്കാരും നമ്മളൊരു ഏതോ ഒരു ജീവിനെ പോലെ നോക്കും. ഈ പമ്പിലല്ലേ പോണ്ടേ? ഇവിടുന്ന് അവിടെ നിർത്തി. ഇവിടുത്തെ കാബൂളൊരു ബസ്സായത്. മര്യാദക്ക് കണ്ടോ കാബൂള്? ഇനി കണ്ടിട്ടില്ല എന്ന് പറയരുത്. കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എങ്ങനെയോ ആരും കാണാണ്ട് എടുക്കുന്നത്. ഇന്നലെ താലിബാന്റെ പോലീസ് പിടിച്ചിട്ട് പറഞ്ഞ് ക്യാമറ ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് എൻ്റെ വണ്ടീൻ്റെ ക്യാമറയാണ്, എൻ്റെ ഫാമിലിക്ക് എന്നെ കാണാനുള്ള വീഡിയോ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഒഴിവാക്കിയത്. അതുകൊണ്ട് കാബൂള് കാണാത്ത ആൾക്കാർ ഇതാണ് അഫ്ഗാനിസ്ഥാന്റെ കാബൂൾ. എനിക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് പറയരുത്. ഈ വീഡിയോയിൽ അങ്ങ് എത്തി. ഇനി ജീവനോടെ നാട്ടിലെത്തുമോ എന്നുള്ളപോലെ. ഇവിടുത്തെ നിയമങ്ങളും പോലീസും ഇൻ്റലിജൻസും കുറേ താലിബാനും എന്തുണ്ടായത്. ഒരു അലമ്പ് നാട്, മുറുമ്പെടുക്കുകയാണ്. പക്ഷെ നാട്ടുകാർ നല്ലതാട്ടോ. നാട്ടുകാരെ കുറിച്ച് പറയാണ്ടിരിക്കാൻ കഴിയില്ല.